ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ വന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു എന്ന് പ്രത്യേകിച്ച് 11-16 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവര് ഈ ലോകത്തില് അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അവരിവിടെ കഴിഞ്ഞിരുന്നത്. നമുക്കറിയാം, എവിടെയായിരുന്നാലും ഒരു പരദേശിക്ക് വലിയ സ്ഥാനവും മാനവും ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലും മറ്റും, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും ഒക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങള് അനേകരുണ്ട്. ഉപജീവനാർത്ഥം അവരവിടെ പണിയെടുക്കുന്നു. അപ്പോൾ തന്നെ വെറും അന്യരും പരദേശികളും എന്ന ഒരു വലിയ ചിന്ത അവരെല്ലാം ഭരിക്കുന്നുണ്ട്. നാട്ടിൽ ഒരു കൊച്ചു വീടാണെങ്കിലും തൻ്റെ ആ കുടുംബം, ആ ബന്ധം അവിടേക്ക് മടങ്ങി വന്ന് സന്തോഷകരമായി ജീവിക്കുവാനുള്ള ഒരു വലിയ തിടുക്കം അവരിലെല്ലാം കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ ഏത് വിധേനയും പണമുണ്ടാക്കണമെന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന അനേകരെ കാണുവാനായിട്ടും സാധിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. ചില അധ്യാപികമാർ, 2-3 അധ്യാപികമാർ, അവര് വലിയ മയക്കുമരുന്ന് ലോബികളായി തീർന്ന അനുഭവങ്ങൾ. അവരും അത് ഉപയോഗിക്കുന്നു, അവരുടെ ആ കുട്ടികൾക്കും അത് കൊടുക്കുന്നു. ധാരാളം കോടികൾ അവർ സമ്പാദിക്കുന്നു. അവരുടെ ആ ജീവിത സ്റ്റൈൽ തന്നെ മാറിപ്പോയ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടുന്ന അധ്യാപിക ഉൾപ്പെടെ ഇങ്ങനെ മാരകമായ ആ അനുഭവത്തിലേക്ക് അവർ വഴുതി വീണ അനുഭവം. എങ്ങനെയും പണമുണ്ടാക്കണമെന്ന ചിന്ത. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടരുടെ മുഴുവൻ ശ്രദ്ധയും ലൗകിക കാര്യങ്ങളിൽ മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഇവരുടെ കണ്ണ് പണത്തിന്മേലും ജഡീക ഉല്ലാസങ്ങളിലും ആയിരിക്കും എന്നത് നമുക്ക് ഇവരെയൊക്കെ പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള ശ്രദ്ധയാണ് ഒരുവനെ യഥാർത്ഥമാകുന്ന നല്ല വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. സങ്കീർത്തനക്കാരൻ പാടുന്നത്, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാണ് 39-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നത്. നാം കഴിക്കുന്നതായ ആഹാരം അത് ഉദരത്തിൽ ചെന്ന് അത് ദഹിച്ച് ചേരുന്നെങ്കിൽ മാത്രമേ ആ ആഹാരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അത് ദഹിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് കൂടുതൽ ഹാനികരമായിരിക്കും. അത് ഛർദിലും വയറ്റിളക്കവും ഒക്കെ ആയി തന്നെ ശരീരത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അഥവാ നാം ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നവരാണ് എങ്കിൽ, വെറുതെ വായിച്ച് വിടുന്നവരല്ല, അത് ധ്യാനിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമുക്കത് അനുഗ്രഹം തന്നെയാണ് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ അത് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ മണ്ണിൽ, ഇളകിക്കിടക്കുന്ന മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം, ഒരാള് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നു, വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു. ആ ഒഴിച്ച വെള്ളം ഒന്നും കാണുവാനായിട്ട് കഴിയത്തില്ല. ആ ഇളകിക്കിടക്കുന്ന മണ്ണിനകത്തേക്ക് അത് ആർത്തിയോടെ അത് വലിച്ചെടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വെള്ളം അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ നമ്മുടെ നല്ല ചിന്തകൾ കൊണ്ട് നാം മനസ്സിനെ നനയ്ക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു മനുഷ്യന്റെ ജീവിതത്തില്
ഏറ്റവും അനുഗ്രഹം തന്നെ ആയിരിക്കും. ദൈവവചനമാകുന്ന ആ വെള്ളം കൊണ്ട് നാം നനയപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഈ ഭാരതത്തിൽ ഏതാണ്ട് 100,000 പേരാണ് ഒരു ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓർക്കുക, നാം ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ പലതിലേക്കും വേണ്ടി തത്രപ്പെട്ട് ഓടാറുണ്ട്. ദിവസവും അനേക കടകൾ സന്ദർശിക്കാറുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ തേടിപ്പോകാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ആരെങ്കിലും അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനു വേണ്ടി ഒരു ശവപ്പെട്ടി ഒന്ന് നോക്കിക്കളയാം, ഒന്ന് സെലക്ട് ചെയ്ത് കളയാം എന്ന് ചിന്തിക്കാറുണ്ടോ? ഏറ്റവും നല്ല ഒരു ശവപ്പെട്ടി എനിക്ക് വേണ്ടി ഒന്ന് കരുതി വെക്കാം എന്നാരും ചിന്തിക്കാറില്ല. വല്ലവർക്കും ഒക്കെ വേണ്ടി ശവപ്പെട്ടി വാങ്ങാൻ പോകുമായിരിക്കും. എന്നാൽ ഓർക്കുക, ഏതൊരു മനുഷ്യന്റെയും അന്ത്യം അതിനുള്ളിൽ അവന് ഒതുങ്ങേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ മനുഷ്യൻ അവന്റെ ജീവിത ഓട്ടം എവിടെയൊക്കെയോ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാനായിട്ടുള്ള അവന്റെ ഓട്ടമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര എന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 15:19 പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം എവിടെയാണ് നമ്മുടെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? ഈ ലോകത്തിലോ? ഈ ലോകത്തിലെ വെള്ളത്തിലെ കുമിളകൾ പോലെ അത് പൊട്ടിപ്പോകുന്ന അനുഭവത്തിലോ? ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ വാടിപ്പോകുന്ന ജഡീക സുഖങ്ങളിലോ ഒക്കെയാണോ നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നത്? നിശ്ചയമായിട്ടും അതെല്ലാം അസ്ഥാനത്താകുന്ന ഒരു നിമിഷമുണ്ട്. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ, അഥവാ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ പൈതലായി തീരുവാനും, അഥവാ ഒരു ഭാവി പ്രത്യാശയ്ക്ക് ഉടമയായി തീരുവാനായും സാധിക്കും. അതാണ് വിശുദ്ധ തിരുവചനം നമ്മോട് പറയുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നത് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അതെ, നമ്മുടെ പ്രത്യാശ എവിടെ വെച്ചിരിക്കുന്നു? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരിവിടെ അന്യരും പരദേശികളും എന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച വിശുദ്ധന്മാരെ പോലെ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.